ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ഹെൽത്തി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അവലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായി വറുത്തെടുത്ത അവൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിതാ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു കറക്റ്റ് മധുരമാണ്. നമുക്ക് കുറച്ചുകൂടെ അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങാ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നമുക്കൊരു ഉണ്ടയാക്കേണ്ട ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബോൾസ് പോലെ ഉരുട്ടിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അവലുണ്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിതാ ഒരു അവൽ ഉണ്ട റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.